പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ഈവനിങ്. ഹൈ ഫൈവ് തുടങ്ങുകയാണ്. നോക്കൂ, മലയാള സിനിമാ മേഖലയിൽ നിർണായകമായ ഒരു കരാർ ലംഘന വാർത്തയും പുറത്തുവന്ന ദിവസമാണിന്ന്. ഒന്ന്, ജോലി സമയം 16 നിന്ന് 12 മണിക്കൂറായി കുറയ്ക്കുന്ന കരാറിൽ ഫെഫ്കയും നിർമ്മാതാക്കളും ഒപ്പിട്ടു എന്ന വാർത്ത. മറ്റൊന്ന്, കരാർ ഉണ്ടായിട്ടും പ്രമോഷൻ എത്താത്ത ബിജു മേനോനെതിരെ ഫെഫ്ക രംഗത്തെത്തിയതാണ്. വേതനത്തിലും സമയക്രമത്തിലും നിർമ്മാതാക്കൾക്കെതിരെ നിരന്തരം രംഗത്തെത്തുന്ന താരങ്ങളിൽ നിന്ന് നിർമ്മാതാക്കൾ നേരിടുന്ന വലിയ അനീതിയാണ് ഹൈ ഫൈവും ഉന്നയിക്കുന്നത്. കരാർ എന്താ കടലാസിൽ മാത്രമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സിനിമയുടെ പ്രമോഷന് പോകേണ്ട ഉത്തരവാദിത്തം അംഗീകരിച്ച് കരാർ ഒപ്പിട്ട് സാറ്റലൈറ്റ് ചാനലിന് അഭിമുഖം നൽകാത്ത ബിജു മേനോൻ കാരണം നടന്ന സംഭവം സിനിമയുടെ പ്രൊഡ്യൂസർ അനൂപ് കണ്ണനെ നഷ്ടമായത് 25 ലക്ഷം രൂപയാണ്. ഗുരുതരമായ ഈ ആക്ഷേപത്തെക്കുറിച്ച് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേൾക്കാം ആദ്യം. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോൾ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. കണക്ക് പറഞ്ഞ് വേതനം കൈപ്പറ്റാനും അളന്നു മുറിച്ച് ഷൂട്ട് ഡേറ്റ് നൽകുകയും ചെയ്യുന്ന താരങ്ങളുടെ ധാർമ്മികതയുടെ യാഥാർത്ഥ്യ വശം ഇതും കൂടിയാണ്. കൂടുതൽ കാര്യങ്ങൾ സൈഫുനീസ അലിയാർ പറഞ്ഞു തരും. സൈഫുനീസ, ഗുഡ് ഈവനിങ്. ഈ സിനിമയുടെ, അതായത് 2 സിനിമയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത്, ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഈ 2 സിനിമയിലേക്കും താരം എത്തിയില്ല, ബിജു മേനോൻ എത്തിയില്ല. ഈ ഒരാൾ മാത്രമല്ല, പല താരങ്ങളും വന്നില്ല എന്ന കാര്യം കൂടി ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറയുകയുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ റിലീസായി ഓടിക്കൊണ്ടിരിക്കുന്ന വലതുവശത്തെ കള്ളത്തിന്റെ പ്രമോഷന് താരങ്ങൾ എത്താത്തതുമായി ബന്ധപ്പെട്ട് നേരത്തെയും വിവാദങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ബിജു മേനോന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനവും വരുന്നു. അതും വലിയ വിമർശനം. എങ്ങനെ വിലയിരുത്തണം സേഫു? സേതു, വളരെ നിർണായകമായ 2 വിഷയങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായത്. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു കരാർ ഒപ്പിടുകയും മറ്റൊരു കരാർ ലംഘനം തുറന്നു കാട്ടുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരാർ ഒപ്പിട്ടതെന്ന് പറയുന്നത് 16 മണിക്കൂർ എന്ന സിനിമ തൊഴിലാളികളുടെ സമയ ദൈർഘ്യം ഇപ്പോൾ 12 മണിക്കൂറാക്കി ചുരുക്കി എന്നുള്ളതാണ്. ഈ ചുരുക്കിയ ഘട്ടത്തിൽ പല ഘട്ടത്തിലും ചർച്ചകൾ ഫെഫ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനും തമ്മിൽ നടന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ദൈർഘ്യം വരുന്നത്? അതായത് 16 മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോഴും പലപ്പോഴും 20 മണിക്കൂറും 24 മണിക്കൂറും ഒക്കെ എടുക്കേണ്ടി വരുന്ന ഒരു ദിവസം. അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള ചർച്ചകളിലാണ് ഈ നടീനടന്മാർ സെറ്റിൽ വൈകി വരുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പറയുന്നത്. ഒപ്പം തന്നെ ഈ സിനിമയുടെ ബജറ്റ് കൂടുന്നതും ഈ നടീനടന്മാരുടെ പ്രതിഫലം വർദ്ധിക്കുന്നതും ഒക്കെയാണ് കാരണങ്ങളെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനൊപ്പമാണ് ബിജു മേനോൻ കാരണം ഒരു നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമായി എന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അത് അനൂപ് കണ്ണൻ നിർമ്മിച്ച സിനിമയുടേതാണ്. നമുക്കറിയാം, അനൂപ് കണ്ണൻ നിരവധി സിനിമകളുടെ സംവിധായകൻ കൂടിയാണ്. അങ്ങനെ സംവിധായകനും നിർമ്മാതാവുമായ അനൂപ് കണ്ണൻ നിർമ്മിച്ച സിനിമയിൽ നിന്ന് ബിജു മേനോൻ അതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് എത്താതിരിക്കുകയായിരുന്നു. കരാർ പ്രകാരം 10 ദിവസം ഒരു താരം ആ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് എത്തണമെന്നുള്ളതാണ് കരാർ. ആ കരാർ അടക്കം ആണ് ഓരോരുത്തരും പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ സിനിമയിൽ അഭിനയിച്ച് ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് ഞാൻ വരുന്നതിന് ഇത്ര രൂപ പ്രതിഫലം എന്നാണ് ഓരോ നടന്മാരും പറയുകയും അതിൻ്റെ പണമാണ് ഇവർ അഡ്വാൻസായും പിന്നീട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിലും ഡബ്ബിങ്ങിന് മുമ്പും ഒക്കെ എണ്ണി വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ ബിജു മേനോനോട് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് എടുത്ത ചാനലിൻ്റെ പ്രൊമോഷൻ പരിപാടിക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ ബിജു മേനോൻ അതിനായി ഒരു 2 മണിക്കൂർ സമയം മാത്രമാണ് ആകെ പ്രൊമോഷന് വന്നത്. ഈ സാറ്റലൈറ്റ് എടുത്ത സ്ഥാപനത്തിന് വേണ്ടി പ്രൊമോഷന് പോയതുമില്ല. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അന്ന് 2 മണിക്കൂറെങ്കിലും ബിജു മേനോൻ വന്നത് എന്നാണ് അനൂപ് കണ്ണൻ നമ്മളോട് തന്നെ പറയുന്നത്. 1.5 വർഷം മുമ്പ് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന് ഇത് സംബന്ധിച്ച പരാതി കൊടുത്തു. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. എന്തായാലും വിഷയത്തിൽ അനുഭാവപൂർവ്വമായ പരിഗണന നൽകാം. അടുത്ത സിനിമയുടെ റിലീസ് തീയതി തടഞ്ഞുകൊണ്ടാണെങ്കിലും ബിജു മേനോൻ ഈ പണം നൽകി സെറ്റിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിരുന്നു. പക്ഷെ 1.5 വർഷമായിട്ട് അതിലൊരു തീരുമാനവും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ബിജു മേനോന്റെ പുതിയ സിനിമ വലതുവശത്തെ കള്ളൻ റിലീസാവുകയും ചെയ്തു. അതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്കും ബിജു മേനോൻ എത്തിയില്ല എന്ന ഒരു വിമർശനവും കൂടി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ
കണ്ണൻ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒരു സിനിമയ്ക്ക് പ്രൊമോഷന് പങ്കെടുക്കാത്തത് കൊണ്ട് നിർമ്മാതാവിന് ഇത്ര വലിയൊരു നഷ്ടം വന്നിരിക്കുന്നു, അതിനൊപ്പം തന്നെ മറ്റൊരു സിനിമയുടെ പ്രൊമോഷനും വരാതിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരാറുകളിൽ ഒപ്പിടുകയും പിന്നീട് ഈ കരാറ് പാലിക്കാതെയും നടീനടന്മാർ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിർമ്മാതാക്കൾ കർക്കശമായി ചോദിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് അമ്മയ്ക്ക് ഒരു കത്ത് ഇത് സംബന്ധിച്ച് സൈഫു, ഇതിലിപ്പം ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ട് കുറച്ച് മണിക്കൂറുകളായല്ലോ. ഈ ബിജു മേനോന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടോ? പേരെടുത്തുള്ള വിമർശനമാണല്ലോ. ഇത് സംബന്ധിച്ച് ബിജു മേനോന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം 1.5 വർഷം മുമ്പാണ് ഈ പരാതിയായി തന്നെ എത്തിയത്. അന്ന് ഈ പരാതി നൽകുമ്പോഴും ബിജു മേനോന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നാണ് അനൂപ് കണ്ണൻ നമ്മളോട് പറഞ്ഞത്. അനൂപ് കണ്ണൻ അത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ്.